ഏറ്റവും സിമ്പിളായിട്ട് ഞാനുണ്ടാക്കുന്ന ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂൺ നെയ്യും ഒരു പാനിലേക്ക് ഒഴിച്ച് ആ എണ്ണയും നെയ്യും നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റണേ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്തിട്ട് മാറ്റാമേ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് മാറ്റാം. ഇനി 1.5 കിലോ ചിക്കനിലേക്ക് ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരല്പം മാറ്റി വെക്കണേ റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് തൈര്, ഒരു അരമുറി നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളിയിൽ നിന്നും ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഇതുപോലെ വെച്ചേക്കാം അടച്ച്. ഇനി ആ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പു, 2 തക്കോലം, ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, 2 ബേ ലീവ്സ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് ജീരകശാല അരിയാണ്. ഇനി ഈ അരി നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. ഇനി ഈ അരിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇടയിലൊന്ന് തുറന്ന് നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 വലിയ സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തതിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ നല്ല വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 വലിയ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ തക്കാളി സോഫ്റ്റ് ആകുന്നതിന് വരെ ഒന്ന് കുക്ക് ചെയ്യണേ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഒരു ചിക്കൻ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഈ ഒരു മസാലയുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് മുഴുവനായിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ നിരത്തി കൊടുക്കണം. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു സ്മെല്ലിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ പുതിനയില, മല്ലിയില എല്ലാം ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു തൈര് സലാഡും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്.